പക്ഷേ അവരുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് വെച്ചാൽ കബറിലേക്ക് പുഴുക്കൾ പാഞ്ഞു വരില്ലേ? തിരൂര് വാതിന് പോയപ്പോ ഒരാളെന്നോട് പറഞ്ഞൊരു പെണ്ണു മരിച്ചിട്ട് കബറടക്കി. കബറ് വെട്ടുമ്പോ മണ്ണെടുക്കും അതിന്റെ ഉള്ളിന്ന് ഏറ്റവും വലിയ തേളിനേക്കാൾ വലിയുള്ള ആമയേക്കാൾ വലിപ്പമുള്ള ഉറുമ്പുകൾ പാഞ്ഞിറങ്ങി വരിക. ഓടിച്ചിട്ട് പോകുന്നില്ല. ആ മയ്യത്ത് വെക്കുമ്പോ അതിന്റെ മുകളിലേക്ക് വന്നു വല്ലാതെ പെരുകുകയാ. ഞാൻ ചോദിച്ച ആ പെണ്ണിന്റെ ജോലിയേടാ? ഉസ്താദേ, കല്യാണ വീട്ടിലും ഗാനമേള ട്രൂപ്പിലും പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെണ്ണാ. പെങ്ങളെ, കബറിലേക്ക് വരില്ല മോളെ. കൊത്തിപ്പറിച്ചെടുക്കില്ലേ? മാംസം മുഖത്ത് നിന്നും മാറില്ലയോ? അതിന്റെ മുകളിൽ പശുക്കൾ പുല്ലിരുന്നില്ലേ? പക്ഷേ ഹാഫിളീങ്ങളായ മക്കളും മരിച്ചാല് കബറിലേക്ക് വച്ചാല് ഓടിവരുന്ന പാമ്പും തേളും ബഹുമാനത്തോടെ മാറി നിൽക്കില്ലേ? ആ ശരീരത്തിന് തൊടില്ല. കാരണം അത് ഖുർആൻ മനഃപ്പാഠമാക്കിയ ശരീരമാ, പടച്ചറബ് ബഹുമാനിച്ച ശരീരമാ. കബറിൽ വെച്ചാല് പുതിയാപ്പിളയെ പോലെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ഹാഫിള് കൺവീലി അടരില്ല, അവരെ കണ്ണുകൾ അടികില്ല, അവരെ മാംസത്തിന് പുഴുക്കൾ പോലും തൊടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ